2022-23 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിനായുള്ള ഏകജാലകം വഴിയുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിനുള്ള അവസാന തീയതി ജൂലൈ 18, 2023 വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം നടത്താവുന്നതാണ്. ഓൺലൈൻ അപേക്ഷാ സമർപ്പണം എങ്ങനെയാണ് സ്വന്തമായി ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡഡ് വീഡിയോ ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായും കാണുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. വിദ്യാഭ്യാസപരമായ വാർത്തകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇതുവരെയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി വലതുവശത്തുള്ള ബെൽ ഐക്കൺ ഓൾ പ്രസ് ചെയ്യുക. നിങ്ങളുടെ സെർച്ച് എഞ്ചിനിൽ അഡ്മിഷൻ ഗേറ്റ്വേയായ www.admission.dge.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ഹയർ സെക്കൻഡറിക്കായി ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്നും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കായി ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ അഡ്മിഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഹയർ സെക്കൻഡറിക്കായി ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷൻ വെബ്സൈറ്റായ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് കാണാം. പ്രോസ്പെക്ടസ് വ്യക്തമായി തന്നെ വായിച്ചു നോക്കുക. പ്രോസ്പെക്ടസുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി കോഴ്സ് ലിസ്റ്റ് സെലക്ട് ചെയ്ത് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓരോ ജില്ലയിലും ലഭ്യമായിരിക്കുന്ന കോഴ്സ് ലിസ്റ്റുകളും കോഴ്സ് കോഡുകളും കാണാവുന്നതാണ്. കോഴ്സ് കോഡ് വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. കോഴ്സ് ലിസ്റ്റിൻ്റെ തൊട്ടടുത്തായി സ്കൂൾ ലിസ്റ്റ് കാണാവുന്നതാണ്. സ്കൂൾ ലിസ്റ്റിൽ നിന്നും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൻ്റെ കോഡ് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ കാണാം. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS, കാൻഡിഡേറ്റ് ലോഗിൻ SWS. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കാണ് നിങ്ങൾ ആദ്യമായി ക്ലിക്ക് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിന്നും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ സ്കീം സെലക്ട് ചെയ്യുക. 2022 മാർച്ച് പരീക്ഷ എഴുതിയ കുട്ടികൾ SSLC സ്കീം 1 ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് മുമ്പേ പരീക്ഷ എഴുതിയ കുട്ടികളാണെങ്കിൽ സ്കീം 2 ആണ് സെലക്ട് ചെയ്യേണ്ടത്. THLC സ്കീം 3, CBSE സ്കീം 4 എന്നീ രീതിയിലാണ് വരിക. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്കീം 1 പ്രകാരമുള്ള കുട്ടികൾക്ക് മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ് എന്നിവ ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. അല്ലാത്ത വിദ്യാർത്ഥികൾ മന്ത് ഓഫ് പാസ്, മാർച്ച്, ഇയർ ഓഫ് പാസ് എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ നിങ്ങളുടെ സ്കൂൾ റെക്കോർഡ് പ്രകാരമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ലഭിക്കാനുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വേണം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. കൺഫർമേഷന് വേണ്ടി മൊബൈൽ നമ്പർ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ സബ്മിഷൻ മോഡ് സെലക്ട് ചെയ്യുക. താഴെ ബോക്സിലുള്ള ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു OTP ലഭിച്ചിട്ടുണ്ട്. OTP തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യുക. പാസ്വേഡ് മിനിമം 8 ക്യാരക്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ആൽഫബറ്റ്സ്, ന്യൂമറിക്കൽ, സ്പെഷ്യൽ ക്യാരക്ടർ എന്നിവ ഉൾക്കൊള്ളുന്നതായിരിക്കണം. ഒരു ആൽഫബറ്റ് അപ്പർ കേസിലുള്ളതുമായിരിക്കണം. കൺഫർമേഷന് വേണ്ടി പാസ്വേഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്തു വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിന്നും കാൻഡിഡേറ്റ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിന്നും അപ്ലൈ ഓൺലൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെലക്ട് സ്കൂൾ എന്നുള്ളിടത്ത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് പഠിച്ച സ്കൂളിൻ്റെ കോഡാണ് എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങൾ പഠിച്ച സ്കൂളിൽ +2 ഇല്ല എങ്കിൽ 1 2 3 4 5 എന്ന കോഡാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ CBSE കുട്ടികളും ICSE കുട്ടികളും സെലക്ട് ചെയ്യേണ്ടത് 1 2 3 4 5 എന്നുള്ള കോഡ് തന്നെയാണ്. SSLC 2022 ബാച്ചുകാരുടെ ഒട്ടുമിക്ക ഡീറ്റെയിൽസും ഡീഫോൾട്ടായി ഫില്ല് ചെയ്യപ്പെടുന്നതാണ്. CBSE ICSE കുട്ടികൾ അവരുടെ പേര്, ജാതി, അഡ്രസ് മുതലായ മുഴുവൻ ഡീറ്റെയിൽസും തെറ്റുകൂടാതെ ശ്രദ്ധാപൂർവം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആധാർ കാർഡ് ഉള്ളവർ ആധാർ നമ്പർ സെലക്ട് ചെയ്ത് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ ഇല്ലാത്തവർ എൻറോൾമെൻറ്റ് നമ്പർ സെലക്ട് ചെയ്ത്
എൻറോൾമെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നിവരാണെങ്കിൽ മാത്രം ആ ബോക്സ് ടിക്ക് ചെയ്യുക. ഇതിന് നിർബന്ധമായും സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. റെസിഡൻസ് ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് റെസിഡൻസ് സ്റ്റേറ്റ് SSLC 2022 ബാച്ചുകാരുടെ ഓട്ടോമാറ്റിക്കായി ഫിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. റെസിഡൻസ് ഡിസ്ട്രിക്റ്റ്, റെസിഡൻസ് താലൂക്ക്, റെസിഡൻസ് ലോക്കൽ ബോഡി അല്ലെങ്കിൽ പഞ്ചായത്ത് എന്നിവ തെറ്റുകൂടാതെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായി ഇവിടെ ഫിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. CBSE വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണെങ്കിൽ നിർബന്ധമായും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ചേഞ്ച് ഇല്ല എങ്കിൽ സെയിം ആസ് എബോവ് ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ വലതുഭാഗത്ത് ബോണസ് പോയിന്റ് NCC, സ്കൗട്ട്സ്, ഗൈഡ്സ്, SPC, ലിറ്റിൽ കൈറ്റ്സ്, ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ തുടങ്ങിയ ബോണസ് പോയിന്റിന് അർഹതയുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കുക. പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ്, പാർട്ടിസിപ്പേഷൻ ഇൻ യൂത്ത് ഫെസ്റ്റിവൽസ് എന്നിവ സർട്ടിഫിക്കറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റർ ചെയ്യുക. കോകരിക്കുലർ ആക്ടിവിറ്റീസ് ടൈ ബ്രേക്കിന് പരിഗണിക്കുന്നതിന് വേണ്ടിയാണ്. ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം സർട്ടിഫിക്കറ്റ്സ് ഡീറ്റെയിൽസ് കൂടി എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് നമ്പർ, സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് അതോറിറ്റി, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഡേറ്റ് തുടങ്ങിയവ. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, രാഷ്ട്രപതി, രാജ്യപുരസ്കാർ ബാഡ്ജ് ഇല്ലാത്തവർ പാർട്ടിസിപ്പേഷൻ ഇൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. മുഴുവൻ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുക. ഇമെയിൽ ID ഓപ്ഷണലാണ്. അതിനുശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ് ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം കാൻഡിഡേറ്റിൻ്റെ ഗ്രേഡ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. കേരള സിലബസുകാരുടെ മാർക്ക് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായി ഫിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. മറ്റ് സ്കീമുകളിലുള്ളവരുടെ മാർക്സ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. മാർക്സ് വെരിഫൈ ചെയ്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഗ്രേഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ സ്കൂൾ കോമ്പിനേഷൻസ് ഓപ്ഷൻസ് ആണ് ഇവിടെ നൽകേണ്ടത്. പരമാവധി എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നൽകാം. ഓപ്ഷൻസ് നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന അനുയോജ്യമായ നിങ്ങളുടെ അഭിരുചിക്കും താല്പര്യത്തിനും കഴിവിനും ഒക്കെ ചേരുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് നിങ്ങൾ നൽകേണ്ടത്. ഓപ്ഷൻസ് നൽകുന്നതിന് മുമ്പായി സ്കൂൾ കോഡ്, കോഴ്സ് കോഡ് എന്നിവ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടെങ്കിൽ നീഡ് ഹെൽപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്കൂൾ കോഡ്, കോഴ്സ് കോഡ് എന്നിവ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാകണം ഓപ്ഷൻസ് നൽകേണ്ടത്. നിങ്ങൾ ആദ്യം ചേരാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും കോഴ്സ് കോഡ് സെലക്ട് ചെയ്ത് സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. ഈ രീതിയിൽ മുഴുവൻ ഓപ്ഷൻസും നിങ്ങൾ എൻ്റർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ് ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് നിങ്ങൾ സമർപ്പിച്ച അപേക്ഷ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഏതെങ്കിലും രീതിയിലുള്ള എഡിറ്റിംഗ് ആവശ്യമാണെങ്കിൽ ഇവിടെ ചെയ്യേണ്ടതാണ്. വെരിഫിക്കേഷന് ശേഷം എഡിറ്റിംഗ് അനുവദനീയമല്ല. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ സമർപ്പിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പൂർണ്ണ ഉത്തരവാദിത്തത്തിലായിരിക്കും സമർപ്പിക്കുന്നത്. പോകാൻ പറ്റുന്ന സ്കൂളുകളിൽ പരമാവധി ഓപ്ഷൻസ് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. പ്രോസ്പെക്ടസുമായി ബന്ധപ്പെട്ട വീഡിയോ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മുഴുവൻ ഡീറ്റെയിൽസും വായിച്ചതിന് ശേഷം കൺഫർമേഷൻ ഡ്രോപ്പ് ബോക്സ് ക്ലിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ്. ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്താൽ പിന്നീട് യാതൊരുവിധ എഡിറ്റിങ്ങും സാധ്യമല്ല. VHSCയുടെ അപേക്ഷാ സമർപ്പണത്തിന് അഡ്മിഷൻ ഗേറ്റ്വേ ആയ admission.dge.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വൊക്കേഷണൽ എന്ന ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നീ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി വലതുവശത്തുള്ള ബെൽ ഐക്കൺ ഓൾ പ്രസ് ചെയ്യുക.